നമസ്കാരം. തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലയിൽ രോമസമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നവകൈലാസങ്ങൾ പോലെ നവഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട നവതിരുപ്പതികളിലൊന്നായ വിഷ്ണുക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு വൈത്തമാനിധി പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെന്തൂർ തിരുനെൽവേലി റൂട്ടിൽ താമിരബരണിയാറ്റിന്റെ തെക്ക് കരയിൽ തിരുക്കോളൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ മഹാവിഷ്ണു വൈത്തമാനിധി പെരുമാൾ എന്ന നാമത്തിലും ദേവി മഹാലക്ഷ്മി കോളൂർ വല്ലി നായകി കുമുദവല്ലി നായകി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി നിക്ഷേപവിത്തൻ എന്നും അറിയപ്പെടുന്നു. തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലയിലുള്ള നവഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട വിഷ്ണു ക്ഷേത്രങ്ങളാണ് നവതിരുപ്പതികൾ. പക്ഷേ ഈ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ സന്നിധികൾ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഭഗവാൻ തന്നെയാണ് നവഗ്രഹ അധിപതിയായി അരുൾപാലിക്കുന്നതും. നവഗ്രഹങ്ങളുടെ പട്ടികയിൽ 3-മതും നവതിരുപ്പതി വരിയിൽ 8-മതും ചൊവ്വാഗ്രഹത്തിന് അർപ്പിക്കപ്പെട്ടതുമാണ് ഈ ക്ഷേത്രം. കുബേരന് തന്റെ നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു കിട്ടിയ സ്ഥലമാണ് തിരുക്കോളൂർ. ജാതകത്തിൽ ചൊവ്വ ബലഹീനമായവർ ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമം. 108 വൈഷ്ണവ തിരുപ്പതികൾ അല്ലെങ്കിൽ 108 ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 85-മത്തേതാണ് വൈത്തമാനിധി പെരുമാൾ കോവിൽ. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ നമ്മാഴ്വാർ ഈ ക്ഷേത്രത്തിലെ മൂലവരെപ്പറ്റി 4000 ദിവ്യപ്രബന്ധത്തിൽ 10 പാസുരങ്ങൾ പാടിയിരിക്കുന്നു. നവതിരുപ്പതികൾ ഇവയാണ്: ശ്രീവൈകുണ്ഠം സൂര്യൻ, തിരുവരഗുണമങ്കെ ചന്ദ്രൻ, തിരുക്കോളൂർ ചൊവ്വ, തിരുപ്പുളിയങ്കുടി ബുധൻ, ആഴ്വാർ തിരുനഗരി ഗുരു, തെൻതിരുപ്പേരെ ശുക്രൻ, പെരുംകുളം ശനി, ഇരട്ടത്തിരുപ്പതി രാഹു, ഇരട്ടത്തിരുപ്പതി കേതു. വൈത്തമാനിധി പെരുമാൾ കോവിലിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് അളകാപുരിയുടെ നായകനായി വിളങ്ങിക്കൊണ്ടിരുന്ന കുബേരൻ ഒരു നാൾ കൈലാസത്തിൽ ശിവഭഗവാനെ സന്ദർശിക്കാനെത്തി. ആ സമയം ശിവഭഗവാൻ പാർവതീദേവിയുമായി നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവ്യമായ സൗന്ദര്യത്തിനുടമയായ പാർവതീദേവിയെ കുബേരൻ ഒളികണ്ണാൽ കടാക്ഷിച്ചത് പാർവതീദേവി മനസ്സിലാക്കി. അതീവ കോപത്തോടെ പാർവതി മാതാവ് കുബേരനെ നോക്കി, നീ എന്നെ തെറ്റായി വീക്ഷിച്ചതിനാൽ നിന്റെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നശിച്ച് എല്ലാ സ്വത്തും നഷ്ടപ്പെട്ട് ഭൂമിയിൽ അലഞ്ഞു തിരിയും എന്ന് ശപിച്ചു. അടുത്ത ക്ഷണം കുബേരന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നശിച്ചു. നവനിധികൾ കുബേരനിൽ നിന്നും വേർപെട്ടുപോയി. നവനിധികൾ എന്നത് മഹാപത്മനിധി, ശംഖുനിധി, പത്മനിധി, മകരനിധി, കച്ചപനിധി, മുകുന്ദനിധി, നന്ദനിധി, നീലനിധി, ഗർഭനിധി എന്നിവയാണെന്നാണ് പറയപ്പെടുന്നത്. നവനിധികൾ തങ്ങൾക്ക് നാഥനില്ലാതായല്ലോ എന്ന് സങ്കടപ്പെട്ട് ഭൂമിയിൽ താമിരബരണിയാറ്റിന്റെ തെക്ക് കരയിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ച് വിഷ്ണു ഭഗവാനെ പൂജിച്ചു വന്നു. അവരുടെ പൂജയിൽ തൃപ്തനായ മഹാവിഷ്ണു അവർക്ക് ദർശനം കൊടുത്ത് നവനിധികളെ തന്നോട് ചേർത്ത് വച്ചു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ കുബേരൻ പരമശിവന്റെ പാദത്തിൽ വീണു മാപ്പപേക്ഷിച്ചു. ശിവഭഗവാൻ കുബേരനോട് പാർവതിയോട് മാപ്പപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത കുബേരനോട് ശ്രീപാർവതി ഇപ്രകാരം പറഞ്ഞു: കുബേര, നിന്റെ നവനിധികൾ ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചേർന്നു. അത് നിനക്ക് തിരികെ ലഭിക്കണമെങ്കിൽ താമിരബരണിയാറ്റിൻ തെക്കുകരയിലുള്ള പെരുമാളെ പൂജിക്കുക. ശാപവിമോചനം ലഭിക്കും. ഉടൻ തന്നെ കുബേരൻ താമിരബരണിയാറ്റിൻകരയിലുള്ള തിരുക്കോളൂരിലേക്ക് ചെന്ന് കടും തപസ് അനുഷ്ഠിച്ചു. മനസ്സലിഞ്ഞ ശ്രീമന്നാരായണൻ കുബേരന് ദർശനം നൽകി കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചുകൊടുത്തു. അതോടൊപ്പം നവനിധികളിൽ പകുതി അളന്ന് കുബേരന് കൊടുത്തു. ആ നിധികളെല്ലാം കൊണ്ട് കുബേരൻ അളകാപുരിയിലേക്ക് തിരിച്ചുപോയി. കുബേരന്റെ ബാക്കിയുള്ള നവനിധികൾ വലതു തോളിനു കീഴിൽ വെച്ചിരിക്കുന്ന ഇവിടത്തെ മൂലവരുടെ പ്രതിഷ്ഠയ്ക്ക് വൈത്തമാനിധി എന്ന നാമം വന്നു. വൈത്തമാനിധി എന്നാൽ ജാഗ്രതയോടെ വെച്ച നിധി എന്നാണ് അർത്ഥം. അധർമ്മ പിസുനം എന്നൊരു നാമവും ഭഗവാനുണ്ട്. മാസം ശുക്ലപക്ഷം ദ്വാദശി തിഥിയിലാണ് കുബേരന് സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയതെന്നാണ് ഐതിഹ്യം. ഈ പ്രദേശത്തിന് തിരുക്കോളൂർ എന്ന നാമം വരാനുണ്ടായ കാരണം ഇതാണ്. കോൾ എന്ന വാക്കിന് ഗ്രഹം, പരദൂഷണം എന്നെല്ലാം അർത്ഥമുണ്ട്. ഒരു പ്രാവശ്യം അധർമ്മത്തെ ഭയന്ന് ധർമ്മദേവത ഈ പ്രദേശത്ത് വന്ന് ഒളിച്ചിരുന്നത്രേ. അധർമ്മദേവത ഇവിടെ എത്തി ധർമ്മദേവതയോട് ശണ്ട പിടിച്ചു. ഒടുവിൽ ധർമ്മം വിജയിച്ചു. പോകുന്ന പോക്കിൽ അധർമ്മദേവത കുബേരന്റെ അടുത്ത് ചെന്ന്, നിങ്ങളുടെ നവനിധികൾ എല്ലാം ധർമ്മദേവതയുടെ അടുത്താണ് നിരന്തരം വസിക്കുന്നത് എന്ന് ഇല്ലാവചനം പറഞ്ഞു കേൾപ്പിച്ചതിനാൽ ഈ പ്രദേശം തിരുക്കോളൂർ എന്നറിയപ്പെട്ടു. വേറൊരു ഐതിഹ്യം: മുമ്പുകാലത്ത് തീവ്ര വിഷ്ണുഭക്തനായ ധർമ്മഗുപ്തൻ എന്നൊരാൾ ജീവിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിന് 8 മക്കൾ. കൊടും ദാരിദ്ര്യത്തിലും ഈശ്വരചിന്ത വിടാതെ അദ്ദേഹം ജീവിച്ചു വന്നു. ഒരു നാൾ ആകസ്മികമായി തന്റെ ഗുരു ഭരദ്വാജ മഹർഷിയെ സന്ധിച്ചപ്പോൾ ധർമ്മഗുപ്തൻ ഗുരുവിനോട് തന്റെ ദാരിദ്ര്യാവസ്ഥ വിശദീകരിച്ചു. ജ്ഞാനിയായ ഗുരു ധർമ്മഗുപ്തന്റെ മുജ്ജന്മം മനസ്സിലാക്കി ധർമ്മഗുപ്തനോട് ഇപ്രകാരം പറഞ്ഞു: ധർമ്മഗുപ്ത, നീ മുജ്ജന്മത്തിൽ ധനികനായ ബ്രാഹ്മണനായിരുന്നു. ആ കാലത്തിൽ ആ പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് നിന്നോട് എത്ര സ്വത്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നീ ശരിയായ കണക്ക് കാണിക്കാതെ നുണ പറഞ്ഞു. അതുമാത്രമല്ല, ആ ധനം കൊണ്ട് നീ ഒരാൾക്ക് പോലും ഉപകാരം ചെയ്തിട്ടുമില്ല. അതിന്റെ ഭവിഷ്യത്താണ് നീ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. താമിരബരണി നദിക്കരയിൽ കുബേരന്റെ നവനിധികളെ ഏറ്റെടുത്ത വൈത്തമാനിധി പെരുമാളെ ശരണമടഞ്ഞാൽ നിന്റെ മുജ്ജന്മ പാപങ്ങൾ നീങ്ങും.
ഗുരുവിന്റെ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ച് ധർമ്മഗുപ്തൻ താമ്രഭരണിയാറ്റിൻകരയിലെത്തി വിഷ്ണു ഭഗവാനെ തപസിരുന്നു. ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്ത് മുജ്ജന്മ പാപങ്ങൾ നീക്കി സമ്പദ് സമൃദ്ധി അരുളി എന്നാണ് കഥ. ബ്രഹ്മാണ്ഡ പുരാണം, താമ്രഭരണി മാഹാത്മ്യം എന്നിവയിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ 12 ആഴ്വാർകളിൽ ഒരാളായി അവതരിച്ച മധുരകവി ആഴ്വാരുടെ ജന്മദേശം തിരുക്കോളൂർ. അദ്ദേഹം പെരിയ തിരുവടി പക്ഷിരാജൻ ഗരുഡന്റെ അംശമാണെന്നാണ് വിശ്വാസം. ചെറുവയസ്സിലെ വേദശാസ്ത്രങ്ങൾ ഗ്രഹിച്ച ജ്ഞാനിയായ അദ്ദേഹം സുന്ദരമായ വാക്കുകളാൽ കവിത രചിക്കുന്നതിനാൽ മധുരകവി ആഴ്വാർ എന്നറിയപ്പെട്ടു. പല പുണ്യദേശങ്ങൾ സന്ദർശിച്ചു വരവെ ഒരു ദിവ്യമായ പ്രകാശം അദ്ദേഹത്തെ വരവേറ്റ് തിരുക്കോളൂരിൽ എത്തിച്ചു. ഈ ഗ്രാമത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് അദ്ദേഹം ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ ഒരു കൗമാരക്കാരൻ പുളിമരത്തിനടിയിൽ തപസിരിപ്പുണ്ട് എന്ന് അവർ പറഞ്ഞു. ആ കൗമാരക്കാരനാണ് 12 ആഴ്വാർകളിൽ ഒരാളായ നമ്മാഴ്വാർ. 80 വയസ്സുള്ള മധുരകവി ആഴ്വാർ 16 വയസ്സുള്ള നമ്മാഴ്വാരുടെ ശിഷ്യനായി. നമ്മാഴ്വാർ മുക്തിയടഞ്ഞ ശേഷം മധുരകവി ആഴ്വാർ നമ്മാഴ്വാരുടെ കവിതകളെ മുറപ്രകാരം പകുത്ത് താളിയോലയിലാക്കി മധുരയ്ക്ക് കൊണ്ടുപോയി. ആ കാലത്ത് അവിടെയുള്ള പണ്ഡിതന്മാർ നമ്മാഴ്വാരുടെ ബാസുരങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ കവിതാ സമാഹാരങ്ങളെ സംഘപ്പലകയിൽ വെച്ച് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ പൊറ്റാമരക്കുളത്തിൽ വയ്ക്കും. മികച്ച കൃതി പലകയിൽ തന്നെ കാണും, അല്ലാത്തത് കുളത്തിലെ വെള്ളത്തിൽ മുങ്ങും എന്നാണ് കണക്ക്. ആ കാലത്ത് കൃതികളുടെ മൂല്യം പരിശോധിക്കുന്ന പരീക്ഷണമായിരുന്നു അത്. അങ്ങനെ പരീക്ഷണം ജയിച്ച കൃതിയായിരുന്നത്രേ തിരുക്കുറൾ. മധുരമീനാക്ഷി ക്ഷേത്ര വീഡിയോയിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മാഴ്വാർ 4 വരി 8 വരി കവിതകൾ പലതും രചിച്ചിട്ടുണ്ടെങ്കിലും 2 വരി കവിതകൾ മാത്രമാണ് മധുരകവി ആഴ്വാർ സംഘപ്പലകയിൽ കയറ്റിയത്. അത് പരീക്ഷണം ജയിച്ചപ്പോൾ പണ്ഡിതന്മാരെല്ലാം നമ്മാഴ്വാരെ പറ്റി പാടി. എല്ലാവരും പാടിയത് ഒരേ കവിത എന്നതാണ് ആശ്ചര്യം. ഗുരുഭക്തിക്ക് നല്ലൊരു ഉദാഹരണമാണ് മധുരകവി ആഴ്വാർ. അദ്ദേഹം ഗുരു നമ്മാഴ്വാരെ പറ്റി ബാസുരം ചെയ്തിരിക്കുന്നതല്ലാതെ ഭഗവാനെ പറ്റി ബാസുരം പാടിയിട്ടില്ല എന്നൊരു വാദവും നിലവിലുണ്ട്. തിരുക്കോളൂർ എന്നാലേ തേടിപ്പോകും ഊർ എന്നാണ്. ഒരു നാൾ രാമാനുജർ ഭഗവാനെ കാണാൻ ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു സ്ത്രീ മോര് വ്യാപാരത്തിനായി എന്നേക്കുമായി ഇവിടം വിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. എല്ലാവരും ഈ ഗ്രാമത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഇവിടം വിട്ട് പോകുന്നതെന്തിന് എന്ന് രാമാനുജർ ചോദിച്ചപ്പോൾ ആ സ്ത്രീ 81 വാക്യങ്ങളിൽ അതിനുള്ള ഉത്തരം പറഞ്ഞു. അത് കേട്ട് രാമാനുജർ ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ ഇതിൽ പരമൊരു യോഗ്യത വേറെയില്ല എന്ന് മനസ്സിലാക്കി അവരെ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് അവരുടെ കയ്യാൽ പ്രസാദം സേവിച്ചു എന്നാണ് കഥ. അവർ സംസാരിച്ച 81 വാചകങ്ങൾ തിരുക്കോളൂർ പെൺപിള്ള രഹസ്യം എന്നറിയപ്പെടുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള സാധാരണ സ്ത്രീകൾ പോലും ജ്ഞാനികളാണ് എന്നതാണ്. ആ സ്ത്രീ പിന്നീട് രാമാനുജരുടെ ശിഷ്യയായി എന്നാണ് ചരിത്രം. രാജഗോപുരമില്ലാതെ പ്രവേശന കവാടത്തോടെയും 2 പ്രകാരങ്ങളോടെയും കാണപ്പെടുന്ന അതിപുരാതനമായ വൈത്തമാനിധി പെരുമാൾ കോവിൽ 12-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. ചോഴരുടെ കാലത്തെ ശിലാഫലകങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം മുഖമണ്ഡപം, കൊടിമരം, ബലിപീഠം, പ്രധാന സന്നിധിക്ക് എതിരിൽ ഗരുഡ സന്നിധി. പ്രധാന സന്നിധിയിൽ ശ്രീകര വിമാനത്തിന് താഴെ വലതു കൈ നീട്ടിയപടി വലതു തോളിന് കീഴെ നവനിധികൾ വെച്ച് കുബേരന് സ്വത്ത് അളന്നു കൊടുത്ത നാഴി ശിരസിനടുത്ത് വെച്ച് ഇടതു കൈയിൽ അഞ്ജനം, അതായത് മൈ തടവി നിധി എവിടെ എത്ര ഉണ്ട് എന്ന് കണക്ക് നോക്കുന്നത് പോലെ കിഴക്ക് മുഖമർപ്പിച്ച് ആദിശേഷന്റെ മേൽ ഭുജംഗ ശയനത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഭഗവാന്റെ നാമം വൈത്തമാനിധി പെരുമാൾ. പ്രത്യക്ഷം കുബേരൻ, നവനിധികൾ, മധുരകവി ആഴ്വാർ. ഇവിടെ ഭഗവാന്റെ നക്ഷത്രം പുണർദം. ഇവിടെയുള്ള ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ചൊവ്വാദോഷം മാറും, കഷ്ടതകൾ നീങ്ങി സമ്പദ് സമൃദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. പെരുമാൾ സന്നിധിക്ക് വലതുഭാഗത്ത് കോളൂർവല്ലി നായകി തായാരും ഇടതുഭാഗത്ത് കുമുദവല്ലി നായകി തായാരും 4 കരങ്ങളോടെ ഇരിക്കുന്ന രൂപത്തിൽ പ്രത്യേകം സന്നിധികളിൽ അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്രത്തിൽ 12 ആഴ്വാർകൾക്കും രാമാനുജർക്കും മധുരകവി ആഴ്വാർക്കും തനി സന്നിധിയുണ്ട്. ഇവിടെയുള്ള യോഗ നരസിംഹർക്ക് ശിവക്ഷേത്രങ്ങളിലെ പോലെ പ്രദോഷത്തിന് നീരാഞ്ജനം തെളിയിക്കുന്നു. ക്ഷേത്രത്തിൽ ആനയ്ക്കും പ്രത്യേകം സ്ഥലമൊതുക്കിയിട്ടുണ്ട്. ക്ഷേത്രവൃക്ഷം പുളിമരം. ക്ഷേത്രതീർത്ഥം കുബേരതീർത്ഥം, നിധിതീർത്ഥം, താമിരഭരണിയാറ്. ആഗമവിധി പ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ആവണി പുണർദം നക്ഷത്രത്തിൽ 10 നാൾ വൈത്തമാനിധി ഉത്സവം, 10 നാൾ മധുരകവി ആഴ്വാർ ഉത്സവം, വൈകുണ്ഠ ഏകാദശി, പുരട്ടാസി ശനിയാഴ്ചകൾ പ്രദോഷം ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ആഴ്വാർ തിരുനഗരി 4 കിലോമീറ്റർ, ശ്രീവൈകുണ്ഠം 9 കിലോമീറ്റർ, തിരുനെൽവേലി 29 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശ്രീവൈകുണ്ഠം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.